2026 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ത്രില്ലർ സർവൈവൽ മൂവിയാണ് ത്രാഷ്. ഈ സ്രാവുകളെ വെച്ചുള്ള ഒരുപാട് പടങ്ങൾ റിലീസ് ആയിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ഓരോ നിമിഷവും ത്രിൽ അടുപ്പിക്കുന്ന മൂവി. കാണുന്ന ആർക്കും ഒരു സെക്കൻഡ് പോലും ബോറടിക്കേണ്ടി വരില്ല. അമ്മാതിരി സ്ക്രീൻ പ്ലേ ആണ്. കൂടുതലൊന്നും മൂവിയെ പറ്റി പറയുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ? അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. 1980കൾക്ക് ശേഷം മഴയുടെ ആയാലും ചുഴലിക്കാറ്റുകളുടെ ആയാലും വേഗത 250 മടങ്ങാണ് കൂടിയിരിക്കുന്നത്. എന്നാൽ അതിനേക്കാളും ഡേഞ്ചർ ആയിരിക്കുകയാണ് ഇപ്പോഴുള്ള കടൽ കയറ്റം. ഇപ്പോൾ തന്നെ കാറ്റഗറി 2 പെടുന്ന ഹെൻറി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ചുഴലിക്കാറ്റ് അത് ആനുവൽ എന്ന ടൗണിനെ ലക്ഷ്യം വെച്ച് ചീറി പാഞ്ഞു വരികയാണ്. അതുമൂലം ഭീമാകാരമായ കടൽ കയറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ഇപ്പൊ പറഞ്ഞ ആനുവലി എന്ന ടൗൺ ആണ്. ന്യൂസിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മഴ തകർത്ത് പെയ്യുകയാണ് അവിടെ. ചുഴലിക്കാറ്റ് വരുന്നതിനു മുന്നേ എല്ലാവരും ആ നാട് വിട്ടു പോകണമെന്ന് സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. അതനുസരിച്ച് എല്ലാവരും അവിടുന്ന് വാരിക്കെട്ടി വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള തത്രപ്പാടിലായിരുന്നു. അമ്മാതിരി കാറ്റ് മഴയാണ് അടിക്കുന്നത്. ഇതേ പട്ടണത്തിൽ തന്നെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളാണ് നമ്മുടെ ഈ മൂവിയിലെ നായിക. പേര് ഡെക്കോട്ട. അവളെ പറ്റി പറയുകയാണെങ്കിൽ ആള് നല്ല അസലൊരു പേടിത്തൊണ്ടിയാണ്. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പേടി. അതുകൊണ്ട് തന്നെ കഴിക്കാനുള്ള ആഹാരങ്ങൾ മുഴുവൻ ഓർഡർ ചെയ്യാറാണ് പതിവ്. അതുപോലെ ഇപ്പോഴും ഓർഡർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും മഴയും കാറ്റും കാരണം എല്ലാ കടകളും അടവാണ്. ഇനിയിപ്പോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പുറത്തിറങ്ങി മേടിച്ചേ പറ്റൂ. ഈ അമിതമായിട്ട് പേടി തോന്നുന്ന ഒരു കണ്ടീഷൻ ഇല്ലേ, അഗോറാഫോബിയ, അതായിരുന്നു ഡെക്കോട്ടയുടെ അവസ്ഥ. അങ്ങനെ വേറെ വഴിയില്ലാതെ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് കൊണ്ട് അവള് പേടിച്ച് ആ മഴയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു. ആ നാട്ടിലുള്ളവർ മുഴുവനും കാറ്റ് വരുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ്. പക്ഷേ ഡെക്കോട്ട അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും ആഹാരം മേടിച്ചിട്ട് തിരികെ വീട്ടിൽ പോകണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പരിധി കഴിഞ്ഞതും പേടി കാരണം അവൾക്ക് മുന്നോട്ടേക്ക് നടക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ഭയം. ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ നിൽക്കുന്നത് കൊണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ഭയം. അത് കാരണം അവള് വേഗം തന്നെ തിരിച്ച് തന്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഡെക്കോട്ടയുടെ അച്ഛൻ അവളുടെ കുഞ്ഞിലെ മരിച്ചു പോയതാണ്. പക്ഷേ അമ്മ മരിച്ചിട്ട് ഏതാനും മാസങ്ങളായതേ ഉള്ളൂ. അമ്മയുടെ മരണത്തോടു കൂടിയാണ് അവൾക്ക് ഇത്രയും പേടി തോന്നാൻ തുടങ്ങിയതും. അടുത്തതായിട്ട് കാണിക്കുന്നത് 3 കുട്ടികളെയാണ്. 3 സഹോദരങ്ങൾ. ഈ മഴയത്ത് എങ്ങനെയൊക്കെ അർമാദിക്കാൻ പറ്റുമോ ആ രീതിയിൽ അടിച്ചു പൊളിക്കുകയാണ് 3 പേരും കൂടെ. ഈ സമയത്താണ് ഒരാൾ കാറിൽ അവരുടെ അടുത്തേക്ക് വരുന്നത്. ആരാണെന്ന് വെച്ചാൽ അത് അവരുടെ വളർത്തച്ഛനായിരുന്നു. വളർത്തച്ഛനെന്ന് പറയാൻ പറ്റത്തില്ല, സർക്കാർ ഈ കുട്ടികളെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരാൾ. അതിന് മാസാമാസം പൈസയും കിട്ടുന്നുണ്ട്. കഴുതകളെ, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ നീ ഇരുന്ന് കളിക്കരുതെന്ന്. മര്യാദയ്ക്ക് 3 കൂടെ വന്ന് കാറ് കയറിക്കോ. എന്തെങ്കിലും പറ്റിയിട്ട് ഇനി ആശുപത്രിയിലെ ചെലവ് കൂടി ഞാൻ നോക്കാം. വായിൽ തോന്നിയതെല്ലാം അയാൾ പിള്ളേരെ വിളിച്ചു പറയുന്നു. അയാളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ 3 പേരും കൂടി ചെന്ന് വണ്ടിയിലേക്ക് കയറി. അടുത്തതായിട്ട് കാണിക്കുന്നത് ലിസ എന്നൊരു പെൺകുട്ടിയാണ്. ഒരു മീറ്റ് കമ്പനിയിലായിരുന്നു അവൾ വർക്ക് ചെയ്യുന്നത്. ഈ പോത്തിനെ പന്നിയൊക്കെ അറക്കുന്ന ഫാക്ടറി. മാത്രമല്ല അവളിപ്പോ 9 മാസം പ്രഗ്നന്റ് കൂടിയാണ്. ജോലി കഴിഞ്ഞതും വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവൾ വേഗം വന്ന് തന്റെ കാറിൽ കയറുന്നു. പുറത്തേക്ക് പോകും വഴിക്കാണ് ഫാക്ടറിയിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരാളെ അവൾ കാണുന്നത്. സൂക്ഷിച്ചു പോണേ, വഴിയിൽ നിറയെ വെള്ളക്കെട്ടും പ്രശ്നങ്ങളുമാ. അയാള് ലിസയെ ഉപദേശിച്ചതും അത് മനസ്സിലായെന്ന പോലെ അയാളുടെ ഭയം പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. പോകുന്ന വഴിക്ക് അവളുടെ അമ്മയെ വീഡിയോ കോളും ചെയ്യുന്നുണ്ട്. അവളുടെ അമ്മ അങ്ങ് ന്യൂയോർക്കിലാണേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ കൂടെ ഇവിടെ വന്ന് നിൽക്കാൻ. അന്നേരം നിനക്ക് നിന്റെ ബോയ് ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. എന്നിട്ട് അവനോ നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞതും നിന്നെ കളഞ്ഞിട്ട് പൊങ്ങി. എന്നിട്ടും പിന്നെ നീ എന്തിനാ അവിടെ തന്നെ കടിച്ചു തൂക്കി നിൽക്കുന്നത്? അവനെ അന്ന് കണ്ടപ്പോഴേ എനിക്കൊരു കള്ളലക്ഷണം തോന്നിയായിരുന്നു. അമ്മ, ഞാൻ അതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ. എനിക്ക് ഇത്തിരി സമാധാനം എന്താ പ്ലീസ്. ശരി, ഞാൻ നിന്റെ സമാധാനം ഒന്നും കളയുന്നില്ല. ഞാൻ വാർത്തയിൽ കണ്ടായിരുന്നല്ലോ അവിടെയൊക്കെ ഭയങ്കര കാറ്റുമഴയാണെന്ന്. നീ ഇതൊരു വീട്ടിൽ പോയില്ലേ? അത് കമ്പനിയിലെ ബോസ് വിളിച്ചിട്ട് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പക്ഷേ റോഡൊക്കെ ക്ലോസ് ചെയ്തെന്നാണല്ലോ വാർത്തയിൽ പറയുന്നത്. മോള് വേഗം ഏതെങ്കിലും ഉയർന്ന സ്ഥലത്തോട്ട് പോകാൻ നോക്ക്. അതും പറഞ്ഞ് അവളുടെ അമ്മ കോള് കെട്ടിയിരുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് ഡെയിൻ എന്ന് പറഞ്ഞ ഒരാളെയാണ്. ഇത് നമ്മുടെ ഡെക്കോട്ടയുടെ മാമനായിട്ട് വരും. മാത്രമല്ല ആളൊരു മറൈൻ ബയോളജിസ്റ്റ് കൂടിയാണ്. കൂടുതലായിട്ടും ഈ സ്രാവുകളെ കുറിച്ചാണ് റിസർച്ച് ചെയ്യുന്നതും. അതിനുവേണ്ടി ഈ സ്രാവുകളുടെ ദേഹത്തൊക്കെ ഒരുതരം GPS പോലത്തെ ടാഗുകൾ ഒരു ഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എന്താ തോന്നുന്നത്? വളരെ മോശമാണ്. കടലിലെ മീനുകൾ മുഴുവനും വടക്ക് ദിശ നോക്കി പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ചുഴലിക്കാറ്റാണ് വീശാൻ പോകുന്നത്. പക്ഷേ ഈ ചുഴലിക്കാറ്റിനൊപ്പം വേറൊന്നു കൂടി ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ബുൾ ഷാർക്കുകൾ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ ഒരു റിപ്പോർട്ടുമായിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നത്. ആ റിപ്പോർട്ട് കണ്ടതും എല്ലാവരും ശരിക്കും ഷോക്കായി. കാരണം ഇതുവരെ കാറ്റഗറി 2 ഹെൻറി എന്ന ചുഴലിക്കാറ്റിനെ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് കാറ്റഗറി 5 മാറിയിരിക്കുകയാണ്. എക്സ്ട്രീംലി ഡേഞ്ചറസ്. ആ റിപ്പോർട്ട് കണ്ടതും ഡെയിൻ ആകെ ടെൻഷനായിട്ട് നമ്മുടെ ഡെക്കോട്ടെ കോൾ ചെയ്യുന്നു. അവൾ താമസിക്കുന്നത് ആനിവലിയിലാണല്ലോ. അവിടേക്കാണ് ഈ ചുഴലിക്കാറ്റുകളും സ്രാവുകളൊക്കെ വരാൻ പോകുന്നത്. മോൾ ഇപ്പോഴും വീട്ടിൽ തന്നെയാണോ? അവിടുന്ന് പുറത്തിറങ്ങാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്ന് നോക്കിക്കൂടെ? ഇല്ലെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോകാം. അത് സാരമില്ലെങ്കിൽ ഞാൻ മാനേജ് ചെയ്തോളാം. മോളെ, ഇത് കാറ്റഗറി 5 ആണ് എന്ന് വെച്ചാൽ നിന്റെ വീട് മുഴുവൻ ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെങ്കിൽ. ഈ വാർത്തക്കാരെ എപ്പോഴും ഇത് തന്നെയല്ലേ പറയുന്നത്, ചുഴലിക്കാറ്റ് വരും, വെള്ളപ്പൊക്കം വരും എന്നൊക്കെ. എന്നിട്ട് ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല.
ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും. എങ്കിൽ മോളുടെ ഇഷ്ടം. മാക്സിമം ഒരു 2 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്താൻ നോക്കാം. അടുത്തതായിട്ട് കാണിക്കുന്നത് ആ 3 സഹോദരങ്ങളെയാണ്. ആ പിള്ളേര് കാറ് കയറിയിട്ട് ഇയാൾ ഇതുവരെ വായടച്ചിട്ടില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ അവിടെയുള്ള മിക്ക ആൾക്കാരും സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് ഈ നാട് വിട്ടു പോകുന്നത് കാണാൻ പറ്റും. എല്ലാവരും ഇവിടം വിട്ട് പോകുക, നമുക്ക് പോണ്ടേ. എന്തിന്? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതൊക്കെ വെറും സാധാരണ മഴയാ. മനുഷ്യനെ പറ്റിക്കാനായിട്ട് കുറെ വാർത്തക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അയാൾക്ക് ഒരു കുലുക്കുണ്ടായിരുന്നില്ല. പക്ഷേ പിള്ളേർക്ക് മുന്നിന് നല്ല പേടി തോന്നുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലെത്തിയതും ആ കുട്ടികളെ മാത്രം മുകളിൽ ഇരുത്തിക്കൊണ്ട് അയാൾ താഴെ ബേസ്മെന്റിലേക്ക് പോകുന്നു. അവിടെയാണ് അയാളുടെ ഭാര്യ ഉള്ളതും. 3 എണ്ണത്തിന് ഒരു അനുസരണയില്ല. ഇതിനെയൊക്കെ നോക്കി നോക്കി ഞാനൊരു പരുവാവും. അങ്ങേരത് പറഞ്ഞതും അയാളുടെ വൈഫ് ഒരു കൊറിയർ എടുത്ത് അയാളെ കാണിക്കുന്നു. കുട്ടികളെ നോക്കാൻ വേണ്ടി സർക്കാർ മാസം ഇവർക്ക് പൈസ അയക്കാറുണ്ട്. അതിന്റെ ചെക്കായിരുന്നു അതിനകത്ത്. അതും ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള പൈസയാണേ. അവരുടെ ആഹാരത്തിനും വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയുള്ളത്. പക്ഷേ അത് മുഴുവനും കെട്ടിയോളും കൂടെ മുക്കുകയാണ് പതിവ്. നല്ല ആഹാരം പോലും അതുങ്ങൾക്ക് തിന്നാൻ കൊടുക്കാറില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു കൂട്ടത്തിലെ ഡി എന്ന പെൺകുട്ടി താഴേക്ക് വരുന്നത്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും വേണം. അത് പറഞ്ഞതും ആ സ്ത്രീ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്ത് അവളുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ആ ഫ്രിഡ്ജിന്റെ അകത്തിരിക്കുന്ന ഇറച്ചി സോസേജ് ഒക്കെ അവൾ കണ്ടായിരുന്നു. ആ പിള്ളേരാണെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് തന്നെ കാലങ്ങളായി. എന്നാ അവരോടത് ചോദിക്കാനുള്ള ധൈര്യവും ഇല്ല. ഇതേ സമയം ഡെയിലിന്റെ അടുത്തേക്ക് 2-3 ന്യൂസ് റിപ്പോർട്ടേഴ്സ് വരുന്നു. ഇന്ന് രാവിലെ നടന്ന സ്രാവിന്റെ ആക്രമണത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ ആക്രമണം? ഇന്ന് രാവിലെ ബീച്ചിലുണ്ടായിരുന്ന 2 കപ്പിൾസിനെ സ്രാവ് ആക്രമിച്ചിരുന്നു. അതും 2 ഷാർക്കുകൾ ഉണ്ടായിരുന്നെന്ന് അവര് പറഞ്ഞത്. കണ്ടവര് പറഞ്ഞത് അത് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ആണെന്ന്. ആ സംഭവത്തെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല, അതിന് ചാൻസേ ഇല്ല. വൈറ്റ് ഷാർക്കുകൾ ഒരിക്കലും കൂട്ടത്തോടെ വരില്ല. ചിലപ്പോൾ അത് ബുൾ ഷാർക്ക് ആവാനാണ് ചാൻസ്. അവിടെ എങ്ങനെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ചാനലുകാർ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതേ സമയം മഴയാണെങ്കിൽ സംഹാര താണ്ഡവമാടുക എന്നൊക്കെ പറയത്തില്ലേ, ആ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അത്രയും കാറ്റും മഴയും. അമ്മയുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ലിസയുടെ കോള് പെട്ടെന്ന് ഡിസ്കണക്ട് ആവുന്നു. കാറ്റിന്റെയും മഴയുടെ ശക്തിയാണെങ്കിൽ അതിഭീകരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ മേൽക്കൂരകൾ വരെ പറന്നു പോകാൻ തുടങ്ങി. എന്നാൽ അതിനേക്കാളും ഏറ്റവും ഭീകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാറ്റിന്റെ ശക്തിയിൽ കടൽവെള്ളം മുഴുവനും കരയിലേക്ക് അതിശക്തമായിട്ട് അടിച്ചു കയറുകയാണ്. തിരമാലകളെ പ്രതിരോധിക്കാൻ വെച്ചിരുന്ന കടൽ ഭിത്തികൾ വരെ അടിച്ചു പൊട്ടിച്ചുകൊണ്ട് ഭീമാകാരമായ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിച്ചു കയറുന്നു. കടൽ മുഴുവനായി കരയിലേക്ക് കയറുക എന്നൊക്കെ പറയത്തില്ലേ, അതേ അവസ്ഥ. ലിസയാണെങ്കിൽ ഓരോ കടയുടെയും വാതിലിൽ ചെന്ന് മുട്ടുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് തുറന്നിരുന്നെങ്കിൽ മഴ തീരുന്നത് വരെ അകത്തിരിക്കാലോ. പക്ഷേ അവിടെ എങ്ങും ഒരൊറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. അവള് വേഗം തന്നെ കാറും എടുത്തുകൊണ്ട് വീണ്ടും മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും കടൽ വെള്ളം മുഴുവൻ ഇരച്ചു കയറി ആ പട്ടണം മുഴുവനും മുങ്ങാൻ തുടങ്ങിയിരുന്നു. ശരിക്കും ഭീകരമായൊരു സുനാമി ഉണ്ടായതുപോലെ. എങ്ങോട്ട് പോകണം എന്നറിയാതെ ലിസ വേഗത്തിൽ വരുമ്പോഴാണ് അവൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് ഒരു ട്രക്ക് ഡ്രൈവർ കണ്ടില്ലേ, അയാളും അയാളുടെ വണ്ടിയോടെ കിടക്കുന്നത് കാണുന്നത്. ലിസ, ഈ വഴി വരല്ലേ, വേഗം തിരിച്ചു പോകാൻ നോക്ക്, അവിടെ ഒരു വലിയ മരം വീണ് കിടപ്പുണ്ട്. അതും പറഞ്ഞ് മുന്നോട്ടേക്ക് നോക്കി അയാൾ കാണുന്നത് തങ്ങളുടെ അടുത്തേക്ക് കുതിച്ച് പാഞ്ഞൊഴുകി വരുന്ന കടൽവെള്ളമാണ്. വെള്ളം വരുന്നത് കണ്ടതും പേടിച്ചു പോയി ലിസ വേഗം മുന്നോട്ടേക്ക് കാർ എടുക്കുന്നു. പക്ഷേ കുറുകെ മരം വീണ് കിടക്കുന്നത് കാരണം അവളുടെ കാർ അവിടെ കുടുങ്ങിപ്പോയി. വണ്ടിയൊന്നും അനക്കാൻ കൂടി പറ്റുന്നില്ല. അപ്പോഴേക്കും ആ ട്രക്ക് ഡ്രൈവർ വണ്ടി എടുത്ത് മുന്നോട്ടേക്ക് പാഞ്ഞു. വെള്ളം വരുന്നതിന് മുന്നേ ഓപ്പോസിറ്റുള്ള റോഡിൽ കയറി പോകാനാണ് ഓടുന്നത്. പക്ഷേ അയാൾ സ്പീഡിൽ ചെന്ന് ആ റോഡിലേക്ക് വളയാനായിട്ട് പോയതും കടൽ വെള്ളം പാഞ്ഞു വന്ന് അങ്ങേരൻ ട്രക്ക് അടക്കം ഇടിച്ച് തെറിപ്പിച്ചത് ഒരുമിച്ചായിരുന്നു. ഇനി ആനയാണെന്ന് പറഞ്ഞാലും വെള്ളത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. ഇതേ സമയം ടിവിയിലെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഡെക്കോട്ട. പക്ഷേ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോഴാണ് എന്തോ ശബ്ദം കേട്ട് അവൾ പുറത്തേക്ക് ചെന്ന് നോക്കുന്നത്. എന്നാ കണ്ട കാഴ്ചയിൽ അവൾ ശരിക്കും ഞെട്ടി. കടൽ വെള്ളം എല്ലാം കൂടി ഇളകി മറിഞ്ഞ് ദേ വരുന്നു. അത് കണ്ടതും നിമിഷ നേരം കൊണ്ട് അവള് ജീവനം കൊണ്ട് മേലേക്ക് കയറി ഒരു ഓട്ടം. ആദ്യമേ അങ്കിള് പറഞ്ഞത് കേട്ടാ പോരായിരുന്നോ? അതേസമയം ഇവിടെയും വെള്ളം വന്ന് നിറയുന്നത് കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ആ 3 പിള്ളേരും. അങ്കിളെ, ദേ അവിടെ. ഓ, നിന്നോടൊക്കെയല്ലേ ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നം വരത്തില്ലെന്ന്. ഇനി എന്നെ കൊണ്ട് വല്ലതും പറയിച്ചാലുണ്ടല്ലോ. അങ്ങേരത് അങ്ങോട്ട് പറഞ്ഞത് വിൻഡോ ഗ്ലാസ് പൊട്ടി വെള്ളം മുഴുവൻ അകത്തേക്ക് പാഞ്ഞു കയറി ഒരുമിച്ചായിരുന്നു. ലിസയുടെ കാറും കടൽ വെള്ളത്തിന്റെ ശക്തിയിൽ അതിനൊപ്പം വേഗത്തിൽ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകി ഒഴുകി ഒരു മരത്തിന്റെ അടുത്തേക്കായിരുന്നു കാർ പോയിക്കൊണ്ടിരുന്നത്. അതില് നീണ്ടു നിന്ന ഒരു മരത്തിന്റെ കൂർത്ത ചില്ല കാറിന്റെ ഗ്ലാസും പൊട്ടിച്ച് അകത്തേക്ക് കുത്തിയങ്ങ് കയറി. ഭാഗ്യത്തിന് ലിസയ്ക്കൊന്നും പറ്റിയില്ല. പക്ഷേ അവള് മൊത്തത്തില് മരച്ചില്ലകൾക്കിടയിൽ കുടുങ്ങിപ്പോയി. ഒന്നനങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതി. അതേസമയം തന്നെ ആ ട്രക്കും കടൽ വെള്ളത്തിനൊപ്പം ഒഴുകിപ്പോയില്ലേ, അത് വേഗത്തിൽ ഒഴുകിച്ചെന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രതിമയുടെ അടുത്തേക്കാണ്. ആ പ്രതിമയുടെ കയ്യിലുണ്ടായിരുന്ന വാള് ട്രക്കിന്റെ കണ്ടെയ്നറിനുള്ളിലേക്ക് കുത്തിക്കയറിയതും അതിനകത്ത് നിറച്ചുണ്ടായിരുന്ന ഈ മൃഗങ്ങളുടെ വേസ്റ്റും രക്തവും എല്ലാം കൂടി വെള്ളത്തിലേക്ക് ഒഴുകി പരന്ന് ആ
വെള്ളം നേരെ കടലിലേക്കാണ് ഒഴുകിപ്പോയതും. രക്തത്തിന്റെ മണം കിട്ടിയ പിന്നെ സ്രാവ് വരാതിരിക്കില്ലല്ലോ. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. കടൽ വെള്ളത്തിൽ രക്തം കലർന്നതും സ്രാവുകളെല്ലാം കൂടി കൂട്ടത്തോടെ കരയിലേക്ക് വരാൻ തുടങ്ങി. ഉള്ള പ്രശ്നമൊന്നും പോരാഞ്ഞാണ് ഇനി ഇതും കൂടി. എന്നാൽ ആ സമയത്ത് തന്നെയാണ് രണ്ടുപേർ തങ്ങളുടെ ബോട്ടിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രക്ഷിക്കണേ എന്നുള്ള ലിസയുടെ നിലവിളി ഏറി കേൾക്കുന്നതും. അവളുടെ ആ നിലവിളി കേട്ടതും കൂട്ടത്തിലെ താടിയുള്ള ഒരാൾ വേഗം വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി. ലിസയുടെ കാറ് കണ്ടതും അയാൾ വേഗം ആ കാറിനടുത്തേക്ക് നീന്തി വരുന്നു. സാർ പ്ലീസ് സാർ, എന്നെ രക്ഷിക്കണം, എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ല, പ്ലീസ് സാർ. ഹേയ്, ടെൻഷൻ അടിക്കണ്ട, ഞാൻ രക്ഷിക്കാം, പേടിക്കണ്ട. അതും പറഞ്ഞ് അയാൾ തന്റെ കൂട്ടുകാരനോട് ട്രക്കിന്റെ ബാക്കിലുള്ള മരം കട്ട് ചെയ്യുന്ന കട്ടർ എടുത്തുകൊണ്ടവരെ വിളിച്ചു പറയുന്നു. അത് കേട്ടതേ അയാൾ വേഗം ട്രക്കിന്റെ പുറകിലേക്ക് കയറി അതിലുണ്ടായിരുന്ന കട്ടറും എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. അവരുടെ അടുത്തേക്ക് നടക്കാൻ വേണ്ടി 2 സ്റ്റെപ്പ് അങ്ങോട്ട് മുന്നിട്ട് വെച്ചതേ ഉള്ളൂ. പെട്ടെന്നാണ് വെള്ളത്തിനടിയിൽ നിന്നും എന്തോ വന്ന് അയാൾ വലിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നത്. താടിക്കാരെ നോക്കുമ്പോൾ മറ്റേ അങ്ങനെ കാണുന്നില്ല. അയാൾ വേഗം മുന്നോട്ടേക്ക് ചെന്ന് നോക്കുന്നു. പക്ഷെ പെട്ടെന്നാണ് നിറയെ ചോരയുമായിട്ട് അയാൾ വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങി വരുന്നത്. ജിമ്മി, നിനക്കെന്താ പറ്റിയത്? അതും പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് പോകാനായിട്ട് നിന്നതും ആ സെക്കൻഡിൽ തന്നെ ഒരു ഷാർക്ക് പാഞ്ഞു വന്ന അയാളെ കടിച്ചെടുത്തുകൊണ്ട് ദൂരേക്ക് ഒരു പോക്ക്. എന്നാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് നമ്മുടെ ഡെക്കോട്ട കാണുന്നുണ്ടായിരുന്നു. അവളുടെ വീടിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് ലിസയുടെ വണ്ടി കുടുങ്ങി കിടക്കുന്നത്. അത് സ്രാവ, വേഗം അവിടുന്ന് പോകാൻ നോക്ക്. ഡെക്കോട്ട ഉറക്കെ അയാളെ നോക്കി വിളിച്ചു പറയുന്നു. അത് കേട്ട് വെള്ളത്തിലെ സ്രാവുണ്ടെന്ന് മനസ്സിലായതും താടിക്കാരന് പെട്ടെന്ന് തിരിഞ്ഞോടാൻ നോക്കി. പക്ഷേ അതിനു മുന്നേ അയാളെ സ്രാവ് പിടികൂടിയിരുന്നു. അതും ലിസയുടെ കാറിന്റെ തൊട്ട് മുന്നിൽ കൊണ്ടുവച്ചാണ് അയാളെ കടിച്ചു കുടയുന്നത്. ഇത് കാണുന്ന ലിസയുടെ അവസ്ഥ പറയണ്ടല്ലോ. ഇവിടെ നടക്കുന്ന ഈ നിലവിളി ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് ആ ട്രക്കിന്റെ ഡ്രൈവർക്ക് ബോധം വരുന്നത്. അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഡോർ അങ്ങോട്ട് തുറന്നതും നേരെ ചെന്ന് കയറി കെടുത്തത് ഒരു സ്രാവിന്റെ വായിലേക്കും. പിന്നെ പറയണ്ടല്ലോ, ഓൺ ദ സ്പോട്ടിൽ അയാൾ തീർന്നു. ഇതേ സമയം ഇവിടെ ഈ കടൽ കയറി താണ്ഡവമാടുന്നതെല്ലാം ന്യൂസ് റിപ്പോർട്ടിങ്ങിലൂടെ ഡെയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നാടിന്റെ ഇപ്പോഴത്തെ കോലം കണ്ടതും എല്ലാവരും ഷോക്കായി പോയി. റോഡ് ഏതാ, വീട് ഏതാ, കടൽ ഏതാന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. ഡെക്കോട്ടയെ രക്ഷിക്കണമെങ്കിൽ ഇപ്പോഴങ്ങോട്ട് പോയേ പറ്റൂ. പക്ഷേ ഈ അവസ്ഥയിൽ എങ്ങനെ പോകും? അപ്പോഴാണ് ഡെയിലിന് ഒരു ഐഡിയ തോന്നിയത്. നേരത്തെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാവുന്ന 2 റിപ്പോർട്ടേഴ്സ് ഇല്ലേ, അവർ ചാക്കിട്ട് പിടിച്ചു. തങ്ങളുടെ കൂടെ അങ്ങോട്ട് വന്നാൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ലൈവായിട്ട് അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാം, അതും എക്സ്ക്ലൂസീവ് വിഷ്വൽസ്. അത് കേട്ടതേ അവര് ഫ്ലാറ്റ്, ഞങ്ങളെയും കൂടെ ബോട്ടിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകത്തില്ലേ, ഞങ്ങൾക്ക് വേണ്ട ഫുട്ടേജസ് എല്ലാം റെക്കോർഡ് ചെയ്യണം. തീർച്ചയായിട്ടും, പക്ഷേ കുറച്ചുകൂടി സ്പീഡിൽ പോയാൽ കൊള്ളായിരുന്നു. ഇവിടെ നമ്മുടെ പിള്ളേര് നിൽക്കുന്നിടത്തും അവസ്ഥ വളരെ പരിതാപകരമാണ്. ആ കുട്ടികളെ മാത്രം ഇവിടെ നിർത്തിയ ശേഷം 2 എണ്ണം കൂടി ഷെഡിനുള്ളിൽ കിടക്കുന്ന കാറിനകത്ത് കയറി രക്ഷപ്പെടാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അത് നോക്കി ആ പിള്ളേര് വീടിനകത്ത് നിൽക്കുമ്പോഴാണ് അവരുടെ തൊട്ടടുത്ത് കൂടി ഒരു സ്രാവ് നീന്തി പോകുന്നത്. ഗ്ലാസിന്റെ അപ്പുറത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാൽ അങ്ങേരാണെങ്കിൽ കാറിന്റെ ലോക്ക് അങ്ങോട്ട് തുറക്കാൻ പോയതും ഒരു സ്രാവ് ചാടി വന്ന അയാളുടെ കൈ കടിച്ചെടുത്തു. അയാളെ മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന അയാളുടെ വൈഫിനെയും അയാളുടെ മുന്നിലിട്ട് തന്നെ കടിച്ചങ്ങ് കൊന്നു കളഞ്ഞു. ഇതെല്ലാം ആ പിള്ളേരെ വീടിനകത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ കിടന്ന് ഷാർക്ക് ഷാർക്ക് എന്ന് വിളിച്ചു കൂവുകയാണ്. എന്നാൽ അങ്ങേരാണെങ്കിൽ പിള്ളേരെ വേണ്ട, ഭാര്യയും വേണ്ടെന്ന അവസ്ഥയിൽ വീണ്ടും മോടി കാറിന്റെ അടുത്തേക്ക് വരുന്നു. ഒരു വിധത്തില് ഡോറ് വലിച്ചു തുറന്ന് അകത്തേക്ക് കയറാൻ നോക്കിയെങ്കിലും പിറകിൽ കൂടി വന്ന ഷാർക്ക് അയാളുടെ ഡിക്കി അടക്കം കടിച്ചെടുത്തിട്ട് പോയി കളഞ്ഞു. അതോടെ ആ 2 എണ്ണത്തിന്റെ കാര്യം കഴിഞ്ഞെന്ന് പിള്ളേർക്ക് മനസ്സിലായി. ഇതേ സമയം ഇവിടെ ലിസയുടെ കാർ എപ്പോ വേണമെങ്കിലും മുങ്ങ എന്നുള്ള അവസ്ഥയിലാണ്. ഈ മരം ഇങ്ങനെ കുറുകെ കിടക്കുന്നത് കാരണം അവൾക്കൊന്ന് അനങ്ങാൻ കൂടി പറ്റുന്നില്ല. ഇതൊക്കെ കാണുന്ന ഡെക്കോട്ടയുടെ അവസ്ഥ പിന്നെ പറയാനുണ്ടോ? അവൾക്ക് ലിസയെ രക്ഷിക്കണമെന്നുണ്ട്, പക്ഷേ പുറത്തേക്ക് ഇറങ്ങാനും പേടിയാ. പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്, എന്റെ കാർ ഇപ്പൊ മുങ്ങിപ്പോവും, ഞാൻ പ്രഗ്നന്റ് ആണ്, ഞാനെന്ത് ചെയ്യാനാ? വെള്ളത്തിൽ നിറച്ച് സ്രാവുകളാ, 2 പേരെ കൊന്നത് നീ കണ്ടതല്ലേ, ഞാൻ ആരെങ്കിലും സഹായത്തിന് വിളിക്കാം. അതും പറഞ്ഞ് അവള് ഫോൺ എടുത്ത് ആരെയൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കോള് കണക്ട് ആവണ്ടേ? അതിനൊന്നും സമയമില്ല. എന്റെ കുഞ്ഞ് ഈ ലോകത്ത് ജനിക്കുന്നതിന് മുന്നേ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അവന്റെ മുഖം ഒന്ന് കാണണം. അതുകൊണ്ട് പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. അത്രയും ദയനീയമായിട്ട് ലിസ അവളോട് കെഞ്ചി പറഞ്ഞതും അത് കേട്ടില്ലെന്ന് നടിക്കാൻ ഡെക്കോട്ടയ്ക്കായില്ല. പക്ഷെ അവൾക്ക് പേടിയാണ്. ഈ അവസ്ഥയിൽ താൻ എങ്ങനെ രക്ഷിക്കാനാ? എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അവസ്ഥയിലായി പോയി അവൾ. എങ്കിലും ലിസയെയും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ആലോചിച്ചതും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ എഴുന്നേൽക്കുന്നു. ശരി, ഞാൻ വരാം, പേടിക്കാതിരിക്ക്. അതും പറഞ്ഞ് ഡെക്കോട്ട വീടിന്റെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. താഴെയുള്ള നില മുഴുവൻ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അവൾക്ക് ആദ്യം ആ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങാൻ പേടി തോന്നി. പക്ഷേ പേടിച്ചിരുന്നാ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉള്ള ധൈര്യം സംഭരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് മരച്ചില മുറിക്കാൻ വേണ്ടി ഒരു കത്തിയും എടുത്തുകൊണ്ട് തിരികെ മുകളിലേക്ക് തന്നെ വരുന്നു. ശേഷം വിൻഡോ വഴി താഴേക്ക് ഇറങ്ങാനായിട്ട് കാലെടുത്ത് വെച്ചതേ ഓർമ്മയുള്ളൂ. അപ്പോഴേ കാല് സ്ലിപ്പായി തെന്നിയടിച്ച് താഴേക്ക് അങ്ങ് വീണുപോയി. ഭാഗ്യത്തിന് വെള്ളത്തിൽ വീണില്ല കേട്ടോ. താഴെ ഉണ്ടായിരുന്ന ഒരു കാറിന്റെ മുകളിലേക്കാണ് വീണത്. കാർ
കാറിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് എവിടുന്ന് ഒഴുകി വന്ന ഒരു ചെറിയ വീടുണ്ടായിരുന്നു. കാറിന്റെ പുറത്തുകൂടി ആ വീടിന്റെ റൂഫിന്റെ മുകളിൽ ചവിട്ടി കയറി അതിന് താഴെയുണ്ടായിരുന്ന മറ്റൊരു കമ്പിയിൽ കൂടി ചവിട്ടി മുന്നോട്ടേക്ക് നടക്കുന്നു. അവളുടെ തൊട്ടടുത്തുകൂടി തന്നെ സ്രാവുകൾ ഇങ്ങനെ വട്ടമിട്ട് നടക്കുന്നുണ്ട്. കാലുവഴുതി വെള്ളത്തിലെങ്ങാണം വീണാ തീർന്ന്. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ആ മരത്തിൽ പിടിച്ചു കയറി ഒരു വിധത്തിൽ അവള് കാറിന്റെ മുകളിൽ കയറി. ശേഷം കത്തിവെച്ച് ആ കാറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഷീറ്റ് ആദ്യം ഒന്ന് കീറിയെടുത്തു. അതുവഴി താഴേക്ക് ഇറങ്ങി ഓരോ മരച്ചില്ലകളായിട്ട് കത്തിവെച്ച് മുറിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ മരത്തിന്റെ ചില്ലകളെല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ട് ലിസയെ കാറിന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ശേഷം വന്നതുപോലെ തന്നെ രണ്ടുപേരും കൂടി തിരികെ നടന്ന് ലിസയുമായിട്ട് ഡെക്കോട്ട വീടിന്റെ മുകൾ നിലയിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ എത്തിയപ്പോഴാണ് രണ്ടുപേരും ഒന്ന് ശ്വാസം വിട്ടത്. ഇവിടെയാണെങ്കിൽ ഡെയിലും റിപ്പോർട്ടേഴ്സും എല്ലാം കാറിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ തന്റെ ലാപ്ടോപ്പിലായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സിഗ്നൽ കാണുന്നത്. അത് നെല്ലിയല്ലേ? നെല്ലിയോ? അതാരാ? നെല്ലി എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്കാണ്. 3 വർഷമായിട്ട് തങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാർക്ക് അതിപ്പോ ആനിവലിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് സിഗ്നൽ കാണിക്കുന്നതും. അത് കേട്ടതേ ആ റിപ്പോർട്ടർക്ക് ഒടുക്കത്തെ സന്തോഷം. കാരണം ഈ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാലോ. ചാനലിന്റെ റേറ്റിംഗ് കുതിച്ചു കയറാൻ വേറെ എന്തോ വേണം. പെട്ടെന്നാണ് അവരുടെ വണ്ടി ഒരിടത്ത് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നത്. എന്താന്ന് വെച്ചാ ഇനി അങ്ങോട്ട് കാറ് പോകില്ല. ഇവിടം വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതേ സമയം ഇവിടെ നമ്മുടെ പിള്ളേരുമാകെ പെട്ടിരിക്കുവാണ്. വീട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചെയറിന്റെ ടേബിളിന്റെ മുകളിലേക്കായിട്ട് കയറിയിരിക്കുകയാണ് 3 പേരും കൂടെ. പക്ഷേ മെയിൻ ഡോർ തുറന്നു നടക്കുമല്ലേ, അതുവഴി എപ്പോ വേണമെങ്കിലും സ്രാവ് അകത്തേക്ക് കയറാം. അത് മനസ്സിലായതും ഡി വേഗം സൈഡിലുള്ള കസാരയിലും മേശയിലും എല്ലാം കൂടെ ചവിട്ടി കിച്ചൺ ടോപ്പിന്റെ മുകളിൽ കൂടെ നടന്ന് ഒരു വിധത്തിൽ വാതിലിനടുത്തെത്തി. ശേഷം ഡോർ അടയ്ക്കാൻ വേണ്ടി അതിന്റെ മുകളിലേക്ക് ഒരു വിധത്തിൽ എത്തിപ്പിടിച്ച് ഊന്തി നിന്ന് കഥ കടയ്ക്കാനായിട്ട് പോയതും ദേ അതുവഴി കയറി വരുന്ന ഒരു യമണ്ടൻ ഷാർക്ക്. അവളാണെങ്കിൽ കിച്ചൺ ടോപ്പിന്റെ ഏറ്റൊറ്റത്ത് കാലൊന്തി ഒരുവിധം ബാലൻസ് ചെയ്താണ് നിൽക്കുന്നത്. തെന്നി വെള്ളത്തിലെങ്ങാണം വീണ പിന്നെ തീർന്ന്. താഴേക്ക് ചാടാനും വയ്യ, നൂന്ന് നിൽക്കാനും വയ്യ എന്നൊരവസ്ഥയിലായി പോയി അവള്. ആ ഷാർക്കാണെങ്കിൽ നേരെ വില്ലിന്റെ റോഡിന്റെ അടുത്തേക്കാണ് നീന്തി ചെല്ലുന്നത്. അതുവഴി സൈഡിൽ കൂടി നേരെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി പോകുന്നു. ഇവിടെ ഡിക്ക് ആണെങ്കിൽ അധികം നേരം അങ്ങനെ പിടിച്ചു നിൽക്കാനും പറ്റിയില്ല. അവള് കാല് തന്നെ വെള്ളത്തിലേക്ക് വീഴാനായിട്ട് ആഞ്ഞതും പിറകിൽ കൂടി വന്ന് റോണി പെട്ടെന്ന് അവളെ പിടിച്ചു വെക്കുന്നു. ഇല്ലെങ്കിൽ ഇന്നേരം കൊണ്ട് പടവായനെ. ഇതേ സമയം ലിസയും ഡെക്കോട്ടയാണെങ്കിൽ ഇനി എന്ത് എന്ന ചിന്തയിലാണ്. നീ ഇവിടെ ഒറ്റയ്ക്കാണോ? നിന്റെ പേരൻസ് ഒക്കെ എവിടെയാ? അത് എന്റെ കുഞ്ഞിലെ തന്നെ എന്റെ അച്ഛൻ മരിച്ചുപോയി. അമ്മ മരിച്ചിട്ട് കുറച്ച് മാസങ്ങളെ ആയുള്ളൂ. ഡെക്കോട്ടെ അങ്ങനെ പറഞ്ഞതും അവളോട് അങ്ങനെ ചോദിക്കേണ്ടായിരുന്നു എന്ന് ലിസയ്ക്ക് തോന്നി. ശരി, ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടെ ഇരിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കണ്ടേ? എന്നാലല്ലേ റെസ്ക്യൂ ടീം വരുമ്പോൾ നമ്മൾ രക്ഷിക്കാൻ പറ്റൂ. ലിസ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഡെക്കോട്ടയും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അവള് വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന കർട്ടൻസ് മുഴുവൻ പൊട്ടിച്ചെടുക്കുന്നു. ശേഷം അതുമായിട്ട് റൂഫ് ടോപ്പിന്റെ ഉള്ളിലേക്ക് കയറി കർട്ടൻ വെച്ച് അവിടെ വലിയ രീതിയിൽ ഹെൽപ്പ് എന്ന് എഴുതി വെക്കുന്നുണ്ട്. മുകളിൽ കൂടി ഹെലികോപ്റ്റർ വല്ലതും പോവുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഒരു വിധത്തിൽ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് താഴെ ഇറങ്ങി വന്നപ്പോഴാണ് അടുത്ത പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ലിസയ്ക്ക് പെയിൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രാത്രിയായി. ഡെയിലും ടീംസും അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന സിഗ്നലുകൾ മുഴുവൻ കട്ടായി പോയി. അത് കാരണം ഷാർക്കുകളുടെ ഒരു സിഗ്നലും കിട്ടുന്നില്ല. ഇനിയിപ്പോ ഒരു കണക്ക് വെച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവുക തന്നെ. ഇവിടെ ഇവര് 3 പേരും ആകെ പേടിച്ച് വിറച്ച് ടേബിളിന് മുകളിൽ കയറി ഇരിക്കുകയാണ്. 2 ഷാർക്കുകളാണ് വീടിനകത്ത് കറങ്ങി നടക്കുന്നത്. അതിന്റെ കൂടെ വെള്ളം കൂടി കൂടി വരുവാണ്. അധികം നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും മുങ്ങാം. അതിനു മുന്നേ രക്ഷപ്പെടണം. താഴെ ബേസ്മെന്റില് കുറെ തോക്കുകൾ ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിലായിട്ട് കുറെ ഇറച്ചിയും. ഇത് രണ്ടും വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയാലോ? ഡി അത് പറഞ്ഞതും അതൊരു നല്ല ഐഡിയ ആയിട്ട് റോണിന് തോന്നി. പക്ഷെ അങ്കിളിന് നമ്മളെ ബേസ്മെന്റിലോട്ട് പോകുന്നത് ഇഷ്ടമല്ലല്ലോ. അതിന് അയാൾ മരിച്ചില്ലേ? നമ്മുടെ കൺമുന്നിൽ വെച്ചല്ലേ 2 പേര് സ്രാവ് കടിച്ചു കൊന്നത്? അത് ശരിയാ, അവർ 2 പേര് ഇനി വരില്ല. അത് മനസ്സിലായതും പിള്ളേർക്ക് മുന്നിന് ഒടുക്കാത്ത സന്തോഷം. ഇനി അങ്ങനെ തെറിയും കേൾക്കണ്ട, നല്ല ഫുഡും കഴിക്കാം. 3 പേരും ആ ഒരു സന്തോഷത്തിൽ തുള്ളിച്ചാടിയിരിക്കുമ്പോഴാണ് ദേണ്ട വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നില്ല അങ്ങേര്. കിളവൻ ചത്തില്ലായിരുന്നു. നേരത്തെ സ്രാവ് അങ്ങേരുടെ ഒരു കൈ കടിച്ചെടുത്തിരുന്നു. പിന്നെ ഡിക്കിയുടെ കുറച്ച് ഭാഗവും പോയിട്ടുണ്ട്. അതല്ലാതെ അങ്ങേർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഞങ്ങളെ കളഞ്ഞിട്ട് പോകാൻ നോക്കിയില്ലേ? കളഞ്ഞിട്ട് പോകാൻ നോക്കിയെന്നോ? ആര്? എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോകാനിരുന്നതാ ഞാൻ. പക്ഷെ അയാൾ പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമാണെന്ന് പിള്ളേർക്ക് മനസ്സിലായി. ഡേർക്ക, നീ എന്തിനാ ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കുന്നത്? പോയി വല്ല സഹായം കിട്ടുമെന്ന് നോക്കിയിട്ട് വാ. പുറത്തേക്ക് പോകാനോ? 3 സ്രാവുകൾ ഇവിടെ ചുറ്റി നടക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? അതുങ്ങളെ കുട്ടികളെ ഒന്നും ചെയ്യില്ല. സ്രാവുകൾക്ക് വലിയവരുടെ ഇറച്ചിയാ ഇഷ്ടം. ഇവരിങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിറകിലിരിക്കുന്ന വില്ലിന് ഒരു കൊറിയർ കിട്ടുന്നത്. ഇവരുടെ പേരിൽ മാസാമാസം സർക്കാർ അയച്ചു കൊടുക്കുന്ന പൈസ ഇല്ലേ, അതിന്റെ ചെക്കായിരുന്നു അതിനകത്ത്. ഞങ്ങളെ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത്രയും പൈസ കിട്ടുന്നുണ്ടല്ലേ, എന്നിട്ടാണോ ഞങ്ങൾക്ക് കഴിക്കാൻ വെറും ബ്രെഡ് മാത്രം തരുന്നത്? റോൺ അങ്ങനെ പറഞ്ഞതും അയാളുടെ സ്വഭാവം അങ്ങ് മാറി. എന്താണ് നിനക്ക് ഇത്ര അഹങ്കാരം? എന്റെ ഒരു കൈ മാത്രമേ പോയിട്ടുള്ളൂ.
വെറുതെ മറ്റേ കൈ എന്നെ കൊണ്ട് എടുപ്പിക്കല്ലേ. മര്യാദയ്ക്ക് പോയി ആളെ കൂട്ടിക്കൊണ്ട് വാടാ. തനിക്ക് കണ്ണു കണ്ടോട്ടെ പൊട്ടക്കണ്ണ. ഇവിടെ മുഴുവനും വെള്ളവാ, കൂടെ സ്രാവുകളും. സഹായിക്കാൻ ഒരു മനുഷ്യൻ പോലും ഈ നാട്ടിൽ കാണത്തില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ സ്വയം അങ്ങ് ചെയ്തോ. റോൺ ദേഷ്യപ്പെട്ട് പറഞ്ഞതും അത് അയാൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അയാൾ അവനെ അടിക്കാനായിട്ട് കൈവങ്ങിയതും പെട്ടെന്ന് റോൺ കയറി തടയുന്നു. എന്നിട്ടും അയാൾ അടങ്ങുന്നില്ലെന്ന് കണ്ടതും ഡി എണീറ്റ് വന്ന് അങ്ങനെ ഒറ്റ ചവിട്ടിന് വെള്ളത്തിലേക്ക് ഇട്ട് കളഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, ആ സെക്കൻഡിൽ തന്നെ സ്രാവുകൾ വന്ന് അങ്ങനെ അവിടെ ഇട്ട് കടിച്ചു കൊന്നു കളഞ്ഞു. ഇതാണ് ബേസ്മെന്റിലേക്ക് പോകാൻ പറ്റിയ സമയം. സ്രാവുകളുടെ ശ്രദ്ധ തിരിഞ്ഞെന്ന് കണ്ടതും റോൺ പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് വേഗം ബേസ്മെന്റിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ആദ്യം ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് ഇറച്ചി കഷ്ണങ്ങൾ എടുക്കുന്നു. ശേഷം തോക്കും കൂടി എടുക്കാനായിട്ട് നോക്കിയെങ്കിലും അത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു സ്രാവ് ബേസ്മെന്റിന്റെ അകത്തേക്ക് വരുന്നത് അവൻ കാണുന്നത്. അവൻ വേഗം അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിന്റ് പാട്ട തള്ളി തറയിട്ട് സ്രാവിന്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് നീന്തി കയറുന്നു. പോകുന്ന വഴിക്ക് ഒരു പെട്ടി കണ്ടതും അതും കൂടി അവൻ എടുക്കുന്നുണ്ട്. ഇതേ സമയം ഡെക്കോട്ടയുടെ വീടിന്റെ മുകൾ നില വരെ വെള്ളം എത്തിയിട്ടുണ്ട്. അധികം താമസിക്കാതെ വീട് മുഴുവനും മുങ്ങും. നമുക്കിനി അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. നീ ഒരു ബോട്ട് കണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ കണ്ടായിരുന്നു. നിന്നെ രക്ഷിക്കാനായിട്ട് നേരത്തെ വന്ന രണ്ടുപേര് കൊച്ചു ബോട്ടിലാ വന്നത്. ആ ബോട്ടാ, പക്ഷേ അത് ഒരുപാട് ദൂരെ കിടക്കുവാ. പക്ഷേ ലിസയ്ക്ക് അത്രയും ദൂരം പോകാൻ പറ്റില്ല. കാരണം അവൾക്ക് ഇങ്ങനെ വേദന കൂടി കൂടി വരുവാണ്. അവളുടെ ഈ അവസ്ഥ കണ്ടത് ബോട്ട് ഒറ്റയ്ക്ക് പോയി എടുക്കാമെന്ന് ഡെക്കോട്ട തീരുമാനിക്കുന്നു. നല്ല റിസ്ക് പിടിച്ച പരിപാടിയാ. കാരണം ഇവിടുന്ന് അത്രയും ദൂരത്തിലാണ് ബോട്ട് കിടക്കുന്നത്. എങ്കിലും റിസ്ക് എടുക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. വെള്ളത്തിന്റെ ഉള്ളിലായിട്ട് എന്തെങ്കിലും വൈബ്രേഷൻ ഉണ്ടായാൽ സ്രാവുകൾ മുഴുവൻ അങ്ങോട്ടേക്ക് പാഞ്ഞു വരും. അതേ വൈബ്രേഷൻ തന്നെ വെച്ച് സ്രാവുകളുടെ ശ്രദ്ധ തിരിക്കാനും പറ്റും. പണ്ടെങ്ങോ അവളുടെ അങ്കിൾ പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരുന്നു അത്. ആ ഓർമ്മയില് ഡെക്കോട്ട വീട്ടിലുള്ള ഈ വൈബ്രേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവൻ തപ്പിയെടുക്കുന്നു. നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനിത് ആദ്യം വെള്ളത്തിലേക്ക് ഇട്ട് സ്രാവുകളുടെ ശ്രദ്ധ തിരിക്കും. വൈബ്രേഷൻ അടിക്കുമ്പോൾ അതേതെങ്കിലും മീനാണെന്ന് കരുതി സ്രാവുകളെല്ലാം കൂടെ അങ്ങോട്ട് പോകും. ആ ഗ്യാപ്പിൽ എനിക്ക് പോയി ബോട്ട് എടുക്കാം പറഞ്ഞുകൊണ്ട് ഡെക്കോട്ട അതെല്ലാം കൂടി ഓണാക്കി ഓരോരോ ക്യാരി ബാഗുകളിലാക്കുന്നു. ശേഷം ഓരോന്നോരോന്നായി വെള്ളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇടുന്നു. അതിനു പുറകെ അവൾ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഒരു ശബ്ദം ഉണ്ടാക്കാതെ അത്രയും പതിയാണ് അവൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഡെക്കോട്ട വിചാരിച്ചതുപോലെ തന്നെ വൈബ്രേഷൻ കിട്ടതും സ്രാവുകളെല്ലാം കൂടി ആ ഭാഗത്തേക്ക് വരുന്നു. വെള്ളത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഓരോ ക്യാരി ബാഗുകളായിട്ട് അതെല്ലാം കടിച്ചെടുക്കാൻ തുടങ്ങി. അതേസമയം തന്നെ ലിസ കിടക്കുന്നിടത്തേക്ക് വെള്ളം കുതിച്ചൊഴുകി വരികയാണ്. അവൾ കടന്നിരുന്ന കട്ടിലടക്കം വെള്ളത്തിൽ ഒഴുകി നടക്കാൻ തുടങ്ങി. ഡെക്കോട്ടയും എത്രയും വേഗം ബോട്ടിനടുത്തെത്താനുള്ള പരിശ്രമത്തിലായിരുന്നു. പക്ഷേ സ്രാവുകൾ ഓരോ ക്യാരി ബാഗുകളായിട്ട് കടിച്ചെടുത്തോണ്ടിരിക്കുകയല്ലേ. അവസാനത്തെ ക്യാരി ബാഗ് തീർന്നതും ഇനി ബാക്കിയുള്ളത് ഡെക്കോട്ട മാത്രമാണ്. അത് മനസ്സിലായതും അവള് വേഗം ബോട്ടിനടുത്തേക്ക് നീന്താൻ തുടങ്ങി. എന്നാൽ ബോട്ടിന് തൊട്ടടുത്തെത്താറായതും പെട്ടെന്നാണ് രണ്ട് ഷാർക്കുകൾ അവളുടെ നേരെ പാഞ്ഞു വരുന്നത്. പക്ഷെ അടുത്ത സെക്കൻഡിൽ തന്നെ അവളെ ഒന്നും ചെയ്യാതെ അതുങ്ങൾ അവിടുന്ന് വേഗം ഓടി പോകുന്നു. ഡെക്കോട്ടയ്ക്കും കാര്യം മനസ്സിലായില്ല. എന്താണെന്ന് വെച്ചാൽ അത് നെല്ലിയായിരുന്നു, ദ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. അതിനെ കണ്ട് പേടിച്ചിട്ടാണ് ആ രണ്ട് ചെറിയ സ്രാവുകൾ ഓടിപ്പോയതും. അതുങ്ങളെ പിടിക്കാൻ വേണ്ടി പുറകെ പോയത് കൊണ്ട് തന്നെ ഡെക്കോട്ടയെ നെല്ലി ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ തൊട്ടടുത്തുകൂടി തന്നെയായിരുന്നു അത് പോയതും. സ്രാവുകളെല്ലാം പോയെന്ന് കണ്ടതും അവള് വേഗം നീന്തിച്ചെന്ന് ബോട്ടിനുള്ളിലേക്ക് കയറുന്നു. അപ്പോഴേക്കും ഡെയിലും ടീംസും ആനിവല്ലിയിലേക്ക് എത്തിയിരുന്നു. നിങ്ങൾ എന്തിനാ ഈ ഷാർക്കുകളെ പറ്റി റിസർച്ച് ചെയ്യുന്നത്? അത്രയും ഡേഞ്ചറായ ഒന്നിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. എന്റെ കുഞ്ഞുനാളില് സാംബസെ നദിക്കരയിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. ആ നദിയിൽ ഒരു ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു. അതിന്റെ ടെറിട്ടറിയിൽ ഒരു ജീവികളെ പോലും അത് കടത്തിവിടില്ല. പേടി എന്നൊരു വികാരമേ അതിനില്ലായിരുന്നു. അത്രയും പവർഫുൾ ആയ ഒന്ന്. ഈ ഞങ്ങൾക്ക് പോലും പേടിയായിരുന്നു അതിനെ. എന്നാൽ ഒരിക്കൽ ആ ഹിപ്പോപ്പൊട്ടാമസ് പോലും എന്തിനെയോ കൊണ്ട് പേടിച്ച് വിറച്ചോടി വരുന്നത് ഞങ്ങൾ കണ്ടു. രണ്ട് ബുൾഷാർക്കുകളായിരുന്നു അത്. ആ ഹിപ്പോപ്പൊട്ടാമസ് പോലും പേടിക്കണമെങ്കിൽ ഈ ഷാർക്കുകളുടെ പവർ എന്തായിരിക്കും? അന്ന് മുതലാണ് ഞാൻ ഈ സ്രാവുകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതും. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുവരെ ഇല്ലാതിരുന്ന സിഗ്നലുകൾ അവർക്ക് പെട്ടെന്ന് കിട്ടുന്നു. വേഗം ചെന്ന് നോക്കിയതും ഈ ഏരിയയിൽ കയറിയിരിക്കുന്ന സകല ഷാർക്കുകളുടെ സിഗ്നലുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും സൂര്യനെ ഉദിക്കാൻ തുടങ്ങിയിരുന്നു. എന്തോ ശബ്ദം കേട്ട് ഞെട്ടി നോക്കിയ ഡെക്കോട്ട കാണുന്നത് തന്റെ വീട് മുഴുവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നതാണ്. ലിസയുടെ അവസ്ഥയായിരുന്നു അതിലും ദയനീയം. ഒന്നാമതേ പ്രസവ വേദന കൊണ്ട് പുളയുകയാണ്. അതിന്റെ കൂടെ വീട് മുഴുവൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങുന്നു. ഇതേ സമയം റോൺ ആണെങ്കിൽ ബേസ്മെന്റിൽ നിന്ന് ഒരു പെട്ടി എടുത്തുകൊണ്ട് വന്നില്ലേ. അതിനുള്ളിൽ തങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ആ പെട്ടി തുറന്നു നോക്കുന്നു. തുറന്നതേ അതിനകത്തിരിക്കുന്ന സാധനം കണ്ട് 3 പേര് ഷോക്കായി. അമ്മാതിരി ലോട്ടറിയാണ് അടിച്ചത്. എന്താണെന്ന് വെച്ചാൽ അതിൽ നിറയെ ഡൈനാമൈറ്റ് ആയിരുന്നു. പിന്നെ അവർ അധികം നേരം വെയിറ്റ് ചെയ്തില്ല. ഇറച്ചി കഷ്ണം എടുത്ത് ഡൈനാമൈറ്റിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് അതിലെ തിരി കൊളുത്തി വെള്ളത്തിലേക്ക് എടുത്ത് എറിയുന്നു. ഇനി സ്രാവ് വന്നൊന്ന് കടിച്ചാൽ മാത്രം മതി. പക്ഷേ സ്രാവ് വരണ്ടേ? ഒരൊറ്റ ഒരെണ്ണത്തെ ആ ഏരിയയിലെങ്ങും കാണുന്നില്ല. സ്രാവുകൾ വരണമെങ്കിൽ വൈബ്രേഷൻ വേണം. അത് മനസ്സിലായത് 3 പേരും കൂടി വേഗം ചെന്ന് വെള്ളത്തിലടിച്ച് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. വൈബ്രേഷൻ കിട്ടിയതേ അവിടെ ഉണ്ടായിരുന്ന 3 ഷാർക്കുകളും കൂടി ഒരുമിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. എന്നാൽ തിരിഞ്ഞോടാൻ നോക്കിയപ്പോഴാണ് റോണിന്റെ ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിയിൽ കുടുങ്ങിയത്. അത് അടുത്തെത്താറായെന്ന് കണ്ടതും അവൻ വേഗം ആ ഡ്രസ്സ് ഊരി കളഞ്ഞിട്ട് കയറി ഓടുന്നു. കൃത്യമാ ഡൈനാമൈറ്റിലേക്കാണ് സ്രാവ് വന്ന് കടിച്ചതും. പിന്നെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഡൈനാമൈറ്റ് പൊട്ടിത്തെറിച്ച് സ്രാവുകൾ മുഴുവനും ചിന്നി ചിതറിപ്പോയി.
തങ്ങളുടെ പ്ലാൻ സക്സസ് ആയെന്ന് കണ്ടതും പിള്ളേരുടെ മുന്നിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. ഇതേ സമയം ലിസയ്ക്കാണെങ്കിൽ വേദന സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഏത് നിമിഷം വേണമെങ്കിലും പ്രസവം നടക്കും നമുക്ക് മനസ്സിലായി. പക്ഷേ സഹായിക്കാനോ രക്ഷിക്കാനോ അടുത്തങ്ങ് ആരുമില്ല. അവള് വേഗം ബെഡിലേക്ക് കിടന്നുകൊണ്ട് സ്വയം പുഷ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ സെക്കൻഡിൽ തന്നെ വീട് മുഴുവനായി ഇടിഞ്ഞു പൊളിഞ്ഞ് വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നു. എന്തോ ഭാഗ്യത്തിന് ലിസയ്ക്കൊന്നും പറ്റിയില്ല. അവള് വേഗം തന്നെ നീന്തി മുകളിലേക്ക് വരുന്നു. പക്ഷേ പ്രസവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. സകല വേദനയെ കടിച്ചമർത്തി ആ വെള്ളത്തിൽ വെച്ച് തന്നെ അവൾ തന്റെ കുഞ്ഞിന് ജന്മം നൽകി. ഭാഗ്യം കൊണ്ട് കുഞ്ഞിനെ ഒന്നും പറ്റിയിരുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാല് കുഞ്ഞ് ജനിച്ചത് കാരണം ലിസയുടെ ചുറ്റിന് ബ്ലഡ് ആയിരുന്നു. ബ്ലഡിന്റെ മണം കിട്ടിയതും ഷാർക്കുകളെല്ലാം കൂടി അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. തന്നെയും തന്റെ കുഞ്ഞിനെ ലക്ഷ്യം വെച്ച് വരുന്ന സ്രാവിനെ ലിസയും കണ്ടിരുന്നു. അവള് വേഗം കുഞ്ഞിനെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നിരുന്ന ഒരു മേശയുടെ മുകളിലേക്ക് കയറ്റിക്കിടത്തി. ശേഷം ഒരു കൂർത്ത പലകയെടുത്ത് ആദ്യം പൊക്കിൽ കൂടി മുറിക്കുകയാണ് ചെയ്തത്. ശേഷം സ്രാവ് അടുത്തെത്തിയതും അത് വെച്ച് തന്നെ അതിന്റെ പള്ളക്കൊരു കയറ്റ്. അതോടെ ആ സ്രാവ് അവിടെ തീർന്നു. പക്ഷെ അപ്പോഴേക്കും ദേ പാഞ്ഞു വരുന്നു മറ്റൊരെണ്ണം. ബോട്ടുമായിട്ട് അവരുടെ അടുത്തേക്ക് വരികയായിരുന്ന ഡെക്കോട്ടയും ഇത് കാണുന്നുണ്ട്. അവള് വേഗം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു എക്സ്പോ എടുത്തുകൊണ്ട് സ്രാവ് ലിസയുടെയും കുഞ്ഞിന്റെ തൊട്ടടുത്തെത്തിയതും ഒരു ഒറ്റ വെടി. കൃത്യം അതിന്റെ തലവണ്ടയ്ക്ക് തന്നെ കുത്തിക്കറി ആമ്പ്. പക്ഷേ 2 ഷാർക്ക് മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്. ബാക്കിയുള്ളതും കൂടി വരുന്നതിന് മുന്നേ അവരെ എങ്ങനെയെങ്കിലും ബോട്ടിൽ കയറ്റണം. അതിനുവേണ്ടി വേഗം വേഗം തുഴഞ്ഞു വരികയാണ് ഡെക്കോട്ട. ഒരു വിധത്തിൽ തുഴഞ്ഞ് അവരുടെ അടുത്തെത്തുകയും ചെയ്യുന്നുണ്ട്. ആദ്യം കുഞ്ഞിനെ അവൾ വാങ്ങി പിടിക്കുന്നു. ശേഷം ലിസയെയും കയറ്റാനായിട്ട് പോയപ്പോഴാണ് ഒരു ഷാർക്ക് പാഞ്ഞു വന്ന് അവരുടെ ബോട്ടിനെ ഇടിച്ചങ്ങ് തീർപ്പിക്കുന്നത്. അതോടെ കുഞ്ഞും ഡെക്കോട്ടയും എല്ലാം വെള്ളത്തിൽ വീണു. ബോട്ടും പോയി വെള്ളത്തിലും വീണു. ഡെക്കോട്ടയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ലിസയ്ക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. പാവം ആ പിഞ്ചു കുഞ്ഞിനും അറിയില്ല എന്ത് ചെയ്യണമെന്ന്. എന്നാൽ അന്നേരമാണ് ദേവദൂതന്മാരെ പോലെ ഡെയിലും ടീംസും അങ്ങോട്ടേക്ക് വരുന്നത്. ആളുടെ കയ്യിൽ കറണ്ട് അടുപ്പിക്കുന്നത് പോലെ എന്തോ ഒരു ഉപകരണം ഉണ്ടായിരുന്നു. അത് ഓൺ ചെയ്ത് വേഗം വെള്ളത്തിലേക്ക് എറിഞ്ഞതും ആ ഏരിയയിലുണ്ടായിരുന്ന ഷാർക്കുകളെല്ലാം അവിടെ ഓടിപ്പോകുന്നു. പക്ഷേ ഒരു ഷാർക്ക് മാത്രം പോകാതെ ഡെക്കോട്ടയുടെയും കുഞ്ഞിന്റെ ലിസയുടെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. അതവരെ തൊട്ടില്ല എന്ന് അത്ര അടുത്തെത്തിയതും ആ സെക്കൻഡിലാണ് ദ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ചാടി വന്ന സ്രാവിനെ കടിച്ചെടുക്കുന്നത്. ഈ കാഴ്ച കൃത്യമായിട്ട് നമ്മുടെ റിപ്പോർട്ടറിന്റെ ക്യാമറയിലും പതിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ചാകര തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നെല്ലിയെ പേടിച്ച് സ്രാവുകളെല്ലാം ആ ഏരി വിട്ടു പോയതും ഡെയില് വേഗം തന്നെ 3 പേരെയും ബോട്ടിനുള്ളിലേക്ക് കയറ്റി. അങ്ങനെ വലിയൊരു യുദ്ധത്തിന് ശേഷം 3 പേര് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഡെക്കോട്ട വേഗം സന്തോഷത്തോടെ തന്റെ അങ്കിളിനെ കെട്ടിപ്പിടിക്കുന്നു. അയാൾക്കും അപ്പോഴാണ് സമാധാനമായത്. ലിസ വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ ഫോൺ പിടിച്ചിട്ട് തന്റെ അമ്മയെ വീഡിയോ കോൾ ചെയ്യുന്നു. തന്റെ പേരക്കുഞ്ഞിനെ കണ്ടതും അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവര് മാത്രമല്ല, ഇവിടെ നമ്മുടെ 3 പിള്ളേരും ഷെട്ടിൽ കിടന്നിരുന്ന അവരുടെ അങ്കിളിന്റെ കാറിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. എന്തായാലും ആ 2 അപരാധങ്ങൾ ചത്തത് കാരണം പിള്ളേർക്ക് ഇനി സന്തോഷത്തോടു കൂടി ജീവിക്കാം. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.